സതീഷ് ശരി ഇരി. എന്തായാലും പേര് ലക്ഷ്മി. ഇരിക്കും. അറിയാമല്ലോ നിങ്ങളിവിടെ വന്നതിൻ്റെ കാര്യം. ഡൈവേഴ്സിന് കൊടുത്തിട്ട് അങ്ങനെ കോടതിയാണ് ഇപ്പോൾ ഇവിടെ വരുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി ഒരു കൗൺസിലിംഗ് തരാൻ വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. മനസ്സിലായി സാർ? ഇനി എന്ത് കൗൺസിലിംഗ് തന്നിട്ട് കാര്യമില്ല. എനിക്ക് ശരിക്കും എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് പറയാം? കൗൺസിലിംഗിലൂടെ ഒന്നും തീരുമെന്ന് എനിക്കും തോന്നില്ല. എന്താ പ്രശ്നം? കാര്യം എനിക്ക് ജീവിക്കാൻ, അദ്ദേഹത്തിനോട് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ലാതെ തന്നെ മെയിൻ കാര്യം. കാര്യം തോന്നിയാണ്ടല്ലോ എന്റെ ഈ സൗന്ദര്യം കണ്ടിട്ട് ഇയാളെ കിട്ടിയത് അറിയാം. സൗന്ദര്യം അങ്ങോട്ട് സൂക്ഷിച്ചു നോക്കൂ. സർക്കസീനെ കൊണ്ടുവന്ന് ആഫ്രിക്കൻ തത്തയെ കണ്ടിട്ടുണ്ട്. ആഫ്രിക്കൻ തത്ത ഇതാണ്. ഞാനിത് സാർ അങ്ങോട്ട് നോക്കാം. സർവേക്കല്ലി കാക്ക ഊറുകയാണെങ്കിൽ ചന്ദനക്കുറി ഇട്ടോണ്ടിരിക്കുന്നത്. അതായിരിക്കും നല്ല സൗന്ദര്യം. ഇതാ പറഞ്ഞ ഒത്തു പോകത്തില്ല, ഞങ്ങൾ തമ്മിൽ ഒത്തു പോകത്തില്ല. ഇതാണ് തറുതൽ പറച്ചിലാണ് ഇത്. പിന്നെ എങ്ങനെ ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകും സാർ? ഇങ്ങനെ തറുതൽ പറയാനാണെങ്കിൽ ഒരു കുടുംബജീവിതം എങ്ങനെ മുന്നോട്ട് പോകും? എനിക്ക് താല്പര്യമില്ല. നമ്മളിത് ചർച്ച ചെയ്ത് നമുക്ക് ഒരു ഇതിൽ ആകണം. അതിനു വേണ്ടിയാണ് വിളിച്ചത്. എന്നാൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ? എന്താ പ്രശ്നം? അദ്ദേഹം വെള്ളം അടിക്കും, നല്ല രീതിയിൽ വന്ന് ദേഹോപദ്രവിക്കും. ഇതൊക്കെ തന്നെ അവിടുത്തെ ജോലി. സതീശ, അത് മോശമാണ്. സ്ത്രീ ഒരു അബലയാണ്, അവളെ തബലയാക്കരുത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ അതിനുവേണ്ടി അവരെ നമ്മുടെ ആണത്തം സ്ത്രീകളല്ല കാണിക്കേണ്ടത്. കരച്ചിൽ വരുന്നുണ്ട്. ഇപ്പൊ കരയും. വിഷമം കൊണ്ട് പണ്ടുപോലെ എനിക്കുള്ള ആഗ്രഹമായിരുന്നു നല്ലൊരു ജീവിതം എനിക്ക് വേണമെന്ന്. അങ്ങനെ വീട്ടുകാരും നാട്ടുകാരെ എതിർത്തിട്ട് ഞാൻ അയാളുടെ കൂടെ ഇറങ്ങി വന്നേ. പക്ഷെ എനിക്ക് ഇനി അയാളോട് ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയുക. ലക്ഷ്മി വീടല്ലത്, വീടല്ല. അത് മനസ്സിലാക്കുക. അറിയാതെ കാര്യം നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ. കാര്യം പറ. എനിക്ക് കൊല്ലണം കുട്ടാതെ കാര്യം പറയണേ ഇങ്ങോട്ട്. 16 വർഷം ഞങ്ങളുടെ കല്യാണം നടന്നിട്ട് എന്തൊരു സ്നേഹത്തോടു കൂടിയാ ഞാൻ എന്നോട് ഇറങ്ങി വന്നെന്നറിയാമോ? എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്ത് ഞാൻ ചോദിച്ചാലും കൃത്യമായിട്ട് എനിക്ക് മേടിച്ചിരുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ ഇപ്പം ഒരു പൊട്ടിന്റെ ഉരുപ്പടി മേടിച്ചെടുത്തില്ല, അറിയാവോ? തിന്നിട്ടില്ലെന്ന് പറയരുത്. ഇന്നലെ മേടിച്ചത് പുട്ടിന്റെ അരിപ്പൊടി. പുട്ടിന്റെ അരിപ്പൊടി അല്ല, ഒരു പൊട്ടിന്റെ ഉരുപ്പടി മേടിച്ചെടുത്തില്ലെന്ന്. മനസ്സിലായോ? ഇവള് കരഞ്ഞല്ലോ. ഇവള് കരഞ്ഞു. ഞാൻ അടിക്കുന്നു എല്ലാരും പറഞ്ഞു. എന്തുകൊണ്ട് അടിക്കുന്നു? അതാരും തിരക്കുന്നില്ല. ഒരു പെണ്ണൊന്ന് അടിക്കുന്നു പറഞ്ഞു. എന്താ ഇവളെ ശരീരത്തിൽ ഇവളൊക്കെ നീളമുള്ള ഒരു സാധനം ഉണ്ട്, അറിയോ? എന്താ? ഇവളെ നാക്ക്. ഈ നാക്ക് എന്നൊന്ന് അടങ്ങി ഒതുങ്ങി നിൽക്കുന്നു. അന്ന് കുടുംബജീവിതം മുന്നോട്ട് പോകും, അറിയോ? എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. എന്തായാലും ജീവിക്കുന്ന കാര്യത്തിൽ ഇനിയിപ്പോ എനിക്കൊരു ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഡിവോഴ്സും കാര്യങ്ങളും എനിക്ക് വേണം. നാട്ടിൽ ഇറങ്ങി നടക്കുന്ന സമയത്ത് വേറെ ഒന്നും കൂടെ ഉണ്ട്. നാട്ടുകാരുടെ ബ്രാക്കായത്. ഞാൻ ഇയാളുടെ കൂടെ റോഡിൽ ഇറങ്ങി നടക്കുന്ന സമയത്ത് നാട്ടുകാർക്ക് എല്ലാം അസൂയായിരുന്നു. അവര് നടന്നു പോകും പറയാ, തേനും പാലും പോകുന്ന കണ്ടോടി, നീ നോക്കണേ തേനും പാലും പോകുന്നു. തേനും പാലും ഇപ്പൊ വിളിക്കുന്നുണ്ടറിയോ? കീരിയം ബാബു പോലടി, നോക്ക് കീരിയം ബാബു ഒന്നായി. കല്യാണം കഴിച്ചിട്ട് 16 വർഷമായി. 16 വർഷം കൊണ്ട് ആദ്യം ഒരു 6 മാസം പ്രേമിച്ചപ്പോൾ ഇതല്ലാതെ വീട്ടിൽ കയറി കഴിഞ്ഞ് എപ്പോഴും കലിപ്പ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ പിന്നെ നാട്ടുകാർ മുഖത്തോട് മുഖം നോക്കിയാ കല്യാണം കഴിച്ചവിടെ തൊട്ട് ഞങ്ങൾ കീരിയും പാമ്പുക. പിന്നെ നാട്ടുകാർ വിളിക്കുന്നതിന് അത് തെറ്റുണ്ടോ? എത്ര പിള്ളേരുണ്ട്? 3. കീരിയും പാമ്പിന് ഇതിലെവിടെ സമയം കിട്ടുന്നത്? അത് ഈ കീരിയും പാമ്പും ആണെങ്കിലും എത്രയെന്ന് പറഞ്ഞെങ്കിലും മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നത്. നിങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാന്നാ പറഞ്ഞല്ലേ? അപ്പൊ ആ സമയത്ത് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കിയൊന്നുമില്ലേ? പരസ്പരം മനസ്സിലാക്കാൻ ഭയങ്കര വിശ്വാസമായിരുന്നു എനിക്ക് ഇദ്ദേഹത്തെ. ഭയങ്കര വിശ്വാസമായിരുന്നു. പ്രേമിച്ച് ഞങ്ങളൊരു 6 മാസത്തോളം ഞങ്ങൾ പ്രേമിച്ചു. 6 മാസം പ്രേമിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. നമ്മൾ നേരത്തെ ഒരു അത് തന്നെയായിരുന്നു. പ്രേമം എന്ന് വെച്ചാൽ എന്താണ്? കരടിലുള്ള തീയാണ്. അത് കള്ളു കുടിച്ചാലും മാറത്തില്ല, സാമി വലിച്ചാലും മാറത്തില്ല. ചില പെണ്ണുങ്ങൾ നമ്മൾ ചങ്കെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെമ്പരത്തി പോവാന്ന് പറഞ്ഞ് എടുത്ത് കളഞ്ഞു കളയും. ഏത് പൂ? ചെമ്പരത്തി. ചെമ്പരത്തി പൂവെടുത്ത് അത് വെച്ചോണ്ടാണ് കൗൺസിലിംഗ് ചെയ്യാൻ പറ്റുന്നത്. ഞങ്ങൾക്കാണെങ്കിൽ പിള്ളേരായി ആറ്റുനോട്ടിരുന്നതാ. ഒരുപാട് നാളായിട്ട് നമ്മൾ പറഞ്ഞു കുഞ്ഞുങ്ങൾ വേണം. ഇദ്ദേഹത്തിന് ഒരേ ആഗ്രഹം ആൺകൊച്ചു മതിയെന്ന്. അല്ല, ഞാനത് പണ്ടേ ഇവിടെ പ്രേമിച്ചോണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു അപ്പൊ എനിക്കൊരു ആൺകൊച്ച എന്ന് പറഞ്ഞാൽ ഉദ്ധരിക്കാൻ എന്താ മോടിയിരിക്കാൻ തന്നത് പെൺകുഞ്ഞിനെയാ. വെളിയിക്കാനാണ് തെങ്കര വന്ന ഭാർഗവരം. എനിക്ക് ദൈവം തന്നത് പെൺകുഞ്ഞിനെയാന്ന്. എനിക്ക് ദൈവം പെൺകുഞ്ഞിനെ തന്നപ്പോ ചെറിയൊരു പക തുടങ്ങി എന്നോട്. കാരണം ഒരു ആൺകുട്ടിയെ കിട്ടിയില്ല, അതുകൊണ്ട്. രണ്ടാമത് വീണ്ടും പ്രസവിച്ചതും പെൺകുഞ്ഞും. അപ്പോഴും വീണ്ടും എന്നോട് ചെറിയൊരു പകപോക്കല്. എന്നോട് തീരെ ഇഷ്ടമല്ല ആ സമയത്ത്. എന്നോടൊന്ന് എനിക്കറിയാം. എനിക്ക് ദേഷ്യം തോന്നി തുടങ്ങിയപ്പം ഞാൻ എന്റെ വീട്ടിൽ പോയൊരു 3
വർഷം അങ്ങ് താമസിച്ചു. അല്ല, മൂന്നാമതൊരു കുട്ടി ഉണ്ടെന്നല്ലേ പറഞ്ഞേ? അത് ഇടയ്ക്ക് വക്കീലെ വിളിച്ചാൽ തീർപ്പിന് വിളിച്ചായിരുന്നു ഒരു ദിവസം. അല്ല അന്ന് പിന്നെ കീരിയും പാമ്പും. അല്ല അത് പിന്നെ വക്കീൽ ഒരു പ്രാവശ്യം വിളിച്ചായിരുന്നു. അന്ന് ഒരു ഉച്ച സമയം വിളിക്കുന്ന ഓർമ്മയുണ്ടോ? ആണ്. അന്ന് ഞാൻ ഒരു ബിരിയാണി മേടിച്ചു കൊടുത്തതാ തെറ്റായി പോയത്. ബിരിയാണി മേടിച്ചു കൊടുത്ത് എങ്ങനെയാണോ തെറ്റാകുന്നത്? ബിരിയാണി നെയ്യില്ലേ, അപ്പൊ ഇത് തിന്നു കഴിഞ്ഞാൽ മയക്കം വരുമല്ലോ. അപ്പൊ ചെറിയൊരു ഉറക്കമൊക്കെ വരുന്നത് പറഞ്ഞ് പിന്നെ അവിടെ സെറ്റിലായി പിറ്റേത് പറഞ്ഞു വിട്ടതാണ് ഇതെല്ലാത്തിനും വിഷയമായത്. കീരിയും പാമ്പും. പാമ്പിന്റെ കാര്യം മാത്രമല്ല, വേറെ കാര്യം കൂടെ എനിക്ക് തുറന്നു പറയാം. അതായത് ഇയാൾ 8 മണി കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുന്നത്. 8 മണിക്ക് 8 മണിക്ക് മാത്രമല്ല സ്ഥിരമായിട്ട് വരുന്നത്. ഇത് വെറുതെ പറഞ്ഞാണ്. ഇവർ എല്ലാം കൊണ്ട് ഉപദ്രവിക്കാറുണ്ടോ? സംസാരിക്കാനായിട്ട് രമേശിനോട് കേട്ടിട്ടുണ്ട്. ആ ചേട്ടനോട് ചോദിച്ചു നോക്ക്, എന്ന് 8 മണിക്ക് അദ്ദേഹം അല്ല, എനിക്ക് ഇതാണ് നമ്മൾ തമ്മിലുള്ള വലിയ വിഷയത്തിന്റെ പ്രധാന പോയിന്റ് ഉണ്ട്. വീടിന്റെ അപ്പുറത്ത് താമസിക്കുന്ന അയൽക്കാരൻ രമേശനും എന്റെ ഭാര്യയുണ്ട്. അല്ല, എന്ത് പറഞ്ഞാൽ ഇവർക്ക് രമേശനാണ് മിടുക്കൻ. കാര്യം എന്താ? ബാക്കിയുള്ളവൻ ചെയ്യുന്നതിനകത്ത് മിടുക്കില്ല. നമ്മുടെ സ്വന്തം ഭർത്താവിന് നമ്മൾ അയൽവക്കത്തുള്ള രമേശൻ എന്ന് പറഞ്ഞ പുരുഷൻ അവനെ മിടുക്കൻ. അയാൾ കണ്ടോ, അയാൾ മിടുക്കോടാതെ ചെയ്യണം. അത് എങ്ങനെ സഹിക്കും? രമേശ് ഏട്ടൻ ഇത്രയും സ്നേഹത്തോടെ പഞ്ചായത്ത് ജയിലിൽ വിളിപ്പിച്ച് എന്നെ ഏട്ടാതെ വിളിച്ചിട്ടില്ല രമേശ് ഏട്ടൻ. ജോലി കഴിഞ്ഞ് 8 മണിക്ക് വീട്ടിലെത്തുന്നു. ജോലി കഴിഞ്ഞ് 8 മണിക്ക് വീട്ടിലെത്തും. പോയി കുളിയെ കഴിച്ച് 9 മണിയാകുമ്പോൾ വരും. 9 ആകുമ്പോൾ ചോറ് കഴിക്കും. ഞങ്ങൾ ഒരു 10 മണിയാകുമ്പോൾ കിടക്കും. പിള്ളേർ അങ്ങോട്ട് ഉറങ്ങി കിടന്ന പിന്നെ കോള. അതൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ, അതൊന്നും ഇവിടെ പറയണ്ട. അയ്യോ, അതല്ല, ഫോൺ കോളാണ്. ഫോൺ കോൾ വരും രാത്രിയില്. രാത്രി ഫോൺ കോൾ വന്ന് ഭയങ്കര സംസാരം അവിടെ. അല്ലല്ല, ഞാൻ പറയട്ടെ, എപ്പോ നോക്കിയാലും അടക്കി പിടിച്ചുള്ള സംസാരം. ആരടുത്ത സംസാരിക്കുന്ന ചോദിക്കും. ആരടുത്താ സതീഷ് സംസാരിക്കുന്നത് രാത്രി? ആരോട് രാത്രിയിലാകുമ്പോ ശരിയാണ് 10-10:30 ആകുമ്പോ നമ്മളെ കൺട്രാക്ട് വിളിക്കും. അത് അടക്കി പിടിച്ച് സംസാരിക്കേണ്ട കാര്യം എന്താണ്? കൺട്രാക്ട് വിളിക്കുമ്പോ ഇങ്ങനെയാണോ ഫോൺ ചെയ്യേണ്ടത്? ഹലോ, അമ്മ ഉറങ്ങിയോ? കാര്യമുണ്ടോ? ശരിയല്ലേ? അത് ഈ അടക്കി പിടിച്ച് സംസാരിക്കണ പുള്ളിക്ക് 2 അറ്റാക്ക് വന്ന പുള്ളിയാ. ഞാൻ